ഇങ്ങനൊരു പോസ്റ്റ് നിങ്ങളിൽ പലരും സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കും. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു പോസ്റ്റിന് പിറകിലെ ഉദ്ദേശമെന്ന് നിങ്ങൾക്കറിയാമോ? ഗാസയുടെ സദേൺ സിറ്റിയെ വിശേഷിപ്പിക്കുന്ന പ്രദേശമാണ് ഈ റഫ എന്ന് പറയാം. ഈ റഫയിൽ 2023 ഒക്ടോബർ മാസം വരെ 1.75 ലക്ഷം ജനങ്ങളായിരുന്നു താമസിച്ചത്. എന്നാൽ ഇന്ന് 15 ലക്ഷം ജനങ്ങൾക്ക് മുകളിലാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തുള്ള ഒരു ലിവിംഗ് ഹെൽ എന്ന രീതിയിലായിരുന്നു ഇതിനെ പല ഡോക്ടർമാരും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ റിമൈനിങ് ആയിരിക്കുന്ന 4 ബറ്റാലിയൻ ഹമാസിന്റെ സോൾജേഴ്സിനെയും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപനം നടപ്പാക്കുകയും ഈ പ്രഖ്യാപനം പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് റഫയിലോട്ട് ഇസ്രായേലിന്റെ ആക്രമണം നടപ്പാക്കുകയും ചെയ്തിരുന്നു. 2024 മെയ് മാസം ഇസ്രായേൽ സൈന്യം റഫയുടെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ 10,000-കണക്കിന് കുട്ടികൾക്കും ലക്ഷക്കണക്കിന് മനുഷ്യർക്കും പ്രശ്നമായിട്ട് മാറുമെന്ന അഭിപ്രായം ലോകത്തിലെ പല രാജ്യങ്ങളിലെ നേതാക്കന്മാരും പല സംഘടനകളും ഉന്നയിച്ചിട്ട് പോലും ഇസ്രായേൽ അവിടെ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്തു. മെയ് 26 ഇസ്രായേൽ നടത്തിയ അത്തരമൊരു ഓപ്പറേഷനിൽ സാധാരണക്കാരായ 45 വരുന്ന കുട്ടികളും മുതിർന്നവരും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത്. ഇതിൽ പല ശവശരീരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് അറിയുന്ന കാര്യമാണ് ഇന്ന് ഓൾ ഐസ് ഓൺ റഫ എന്ന രീതിയിൽ മാറാൻ കാരണമായി.